ഗൈസ്, അപ്പോൾ ഈ വേനൽ സമയത്ത് നന്നായിട്ട് ഹെയർ ഫോളൊക്കെ ഒരുപാട് പേർക്ക് വരാറുണ്ട്. അപ്പോൾ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്ത് ഹെയർ ഗ്രോത്ത് റീഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് തിക്കായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ ഹെയർ നന്നായിട്ട് നീളം വയ്ക്കുവാൻ സഹായിക്കുന്നതിനുമായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് ശേഷം മാത്രം ഇത് യൂസ് ചെയ്ത് നോക്കുക. വ്യക്തമായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ മാത്രം ഇത് യൂസ് ചെയ്താലേ ഇതുപോലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് വീഡിയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈ വേനൽക്കാല സമയത്തൊക്കെ നന്നായിട്ട് ഹെയർ ഫോളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വേനൽ സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഹെയർ ഫോളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ വേനൽ സമയത്താണ്. പക്ഷേ അത് നല്ല രീതിയിൽ നിങ്ങൾ ഹെയർ കെയർ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വേനൽ സമയത്ത് ഒരുപാട് പേർക്ക് ഹെയർ ഫോൾ ഉണ്ടാവുന്നുണ്ട്, മൂടോടുകൂടി പൊഴുത് വരുന്നുണ്ട്, ഒരുപാട് കട്ടിക്കൊക്കെ ഹെയർ ഫോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്ന്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കുക, വേനൽ സമയത്ത് മുടി പൊഴിയാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ താരനാണ്. കാരണം നമുക്കറിയാം എപ്പോഴും നമുക്ക് ഇങ്ങനെ ബോഡി ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കും അല്ലേ. ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തല നന്നായിട്ട് വിയർക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വിയർക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ താരൻ്റെ അളവ് കൂടും. അപ്പോൾ താരൻ്റെ അളവ് കൂടുകയാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമ്പോൾ ഹെയർ ഫോൾ ഓവറായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് തല നന്നായിട്ട് ഹീറ്റ് ആവുന്ന ഒരു അവസ്ഥ വരും. ഹീറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഒരുപാട് നന്നായിട്ട് ചൂടാവും ഹെയർ. നമുക്ക് നോർമലി ഉള്ള ഹെയർ നമുക്ക് നല്ലതായിട്ട് തണുത്തിട്ടിരിക്കും. അത് നമുക്കിപ്പോൾ വേനൽ സമയത്ത് പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പോൾ ഹെയർ നന്നായിട്ട് കൂളാവാറുണ്ട്. അപ്പോൾ അല്ലേ, അത് പെട്ടെന്നൊരു വെയിലിൽ നിന്നും പെട്ടെന്ന് നമ്മളെ ഹെയർ ഒന്ന് തണുക്കുന്ന സമയത്തും ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇത് എന്താണെന്ന് നിങ്ങൾ ഈ കണ്ടതിന് ശേഷം മാത്രം ഇതിലുള്ള പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ ഡയറക്റ്റായിട്ട് ചെന്ന് പാക്ക് ട്രൈ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഒരുപാട് പേർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഹെയർ ഫോൾ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത്. ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ നോർമലാണല്ലേ ഹെയർ ഫോൾ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഹെയർ ഫോള് ഉണ്ടായിട്ട് ആ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് മറ്റു മുടി വന്നില്ല എന്നുണ്ടെങ്കിലാണ് ഹെയർ ഫോൾ നമുക്കൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അത് മുടി പൊഴിയുക മാത്രം ചെയ്യും, പക്ഷേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹെയർ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും. നമുക്ക് ഭയങ്കര ടെൻഷനാവും, ഡിപ്രഷൻ്റെ അവസ്ഥകളൊക്കെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇതെന്തുകൊണ്ടാണ് തല മുഴുവൻ മൊട്ടയായി പോവോ എന്നൊക്കെ ഉള്ളൊരു വിഷമം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഹെയർ ഫോള് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഈ പൊഴിയുന്ന മുടി കളക്ട് ചെയ്ത് വെക്കുമ്പോഴാണ്. കളക്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന മുടി കൊഴിച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെക്കാം. ഫസ്റ്റ് ടൈമിൽ കൂട്ടി വയ്ക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ല. ഒരു മാസമൊക്കെ അടുപ്പിച്ചാവുന്ന സമയത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നല്ല പറയുന്നത്. ഗ്രാജുവലി നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ സമയത്തുള്ള ഹെയർ ഫോൾ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെപ്പോഴും ആ ഒരു ഹെയർ ഫോൾ ഉണ്ടാവില്ലേ, അത് തന്നെയാണോ കണ്ടിന്യൂ ചെയ്തിട്ടും പിന്നെ നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ പാക്ക് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 2 സാധനങ്ങൾ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ കെമിക്കലായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല ഞാൻ കൂടുതലും ഹെയറിൽ യൂസ് ചെയ്യുന്നത്. നാച്ചുറലായിട്ടുള്ള വെരി നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമാണ്. അപ്പോൾ അത് രണ്ടും എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഇനി വരുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിനി എങ്ങനെയാണ് പാക്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു സെറമാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് സെറം എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്രേ ആയിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെറത്തിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുക്കുന്ന ഏതാണോ അതാണ് ഇതിൻ്റെ സെറത്തിൻ്റെ വീഡിയോ. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെറത്തിൻ്റെ വീഡിയോ. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാത്രി ഈ സെറം യൂസ് ചെയ്യുക. പിറ്റേ ദിവസം വൈകിട്ടാവുന്ന സമയത്ത് ഞാൻ ഇതിൽ പറയുന്ന പാക്കും കൂടെ അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് കഴുകി കളയാനായിട്ട്. അപ്പോൾ സെറത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടെ ആഡ്
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയി പോവും, ആവശ്യത്തിലധികമായി പോവും. അതുകൊണ്ടാണ് അതിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് സെറം ചെയ്യാം. ഈ പാക്ക് മാത്രമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ എടുക്കുന്നത് ഫെനുഗ്രീ ആണ്, അതായത് നമ്മുടെ ഉലുവ തന്നെയാണ്. 2 സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു 4 മണിക്കൂറൊക്കെ സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോക്കാവും. നിങ്ങൾക്കിപ്പോൾ രാവിലെയാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് രാവിലെ നമുക്കിത് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അത് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മളിവിടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ നോർമൽ വെള്ളത്തിലാണ് ഇത് സോക്ക് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈസ് വാട്ടറിൽ സോക്ക് ചെയ്യാനിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് റൈസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റൈസ് വാട്ടർ എന്ന് പറയുമ്പോൾ നോർമൽ കഞ്ഞിവെള്ളം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ കൂടുതൽ ഡൗട്ടൊന്നും വേണ്ട, കഞ്ഞിവെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇതുപോലെ തന്നെ നന്നായിട്ട് അതിനെ അരച്ചെടുക്കണം. ഒരു തരി പോലും കിടക്കാൻ പാടില്ല. നന്നായിട്ട് അരച്ചെടുക്കുക. അത് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. 1 സ്പൂൺ തൈര് ആഡ് ചെയ്യുക. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ 1 സ്പൂൺ മതി. പുളി കുറവുള്ളതാണെങ്കിൽ 2 സ്പൂൺ. ഇപ്പം ഞാനിവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പുളി ഉള്ള തൈരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 1 സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ, അതായത് നമ്മൾ ഈ പാക്കറ്റിലൊക്കെ മിൽമയുടെയൊക്കെ തൈര് കുറച്ചും കൂടെ പുളി കുറവാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സ്പൂൺ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താരൻ മാത്രമാണ്, നിങ്ങൾക്കിപ്പോൾ സെറം ഒന്നും വേണ്ട, നിങ്ങൾക്ക് താരൻ മാത്രമാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെറം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഓക്കെ, സെറം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് മാത്രം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹെയർ ഗ്രോത്തിന് സഹായിക്കും. പക്ഷേ മുടി നീളം വയ്ക്കുവാനോ അതല്ലെങ്കിൽ നന്നായിട്ട് മുടി കട്ടി വയ്ക്കുവാനോ ഒരിക്കലും സഹായിക്കില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെറം തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾ സെറം അപ്ലൈ ചെയ്യുക. രാവിലെ സെറം അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം ആവുന്ന സമയത്ത് ഈ പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ പാക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട. നന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ താരനുണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ ഓരോ ദിവസം വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ഉലുവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉലുവ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയറിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെറം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യണം. അപ്പോൾ സെറത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സെറത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കാണാം. അപ്പോൾ രാത്രി സെറം അപ്ലൈ ചെയ്യുക. പിറ്റേ ദിവസം വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താരം മാത്രം പോകാനാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആഴ്ചയിൽ ഓരോ ദിവസം വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ 2 ദിവസത്തിൽ കൂടി സ്റ്റോർ ചെയ്ത് വെക്കരുത്. ഉലുവയ്ക്ക് ഒരു ചെറിയ സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. സെറം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ സെറത്തിൻ്റെ വീഡിയോയിൽ അതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചോദിക്കരുത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് എനിക്കുണ്ടായിരുന്ന ഹെയർ ഗ്രോത്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സെറവും അതുപോലെ തന്നെ ഹെയർ പാക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഹെയർ മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരു സെറം ഉണ്ട്, ഒരു പാക്കും ഉണ്ട്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും യൂസ് ചെയ്യാൻ നോക്കുക. അതല്ലാതെ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഹെയർ ഫോൾ ഉള്ളവരാണെങ്കിൽ ഇത് ഏത് കാലാവസ്ഥയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് എടുത്ത് പറയുകയാണ്, ഏത് കാലാവസ്ഥയിലുള്ള എല്ലാം യൂസ് ചെയ്യാം. ഇപ്പോൾ വേനൽ സമയത്ത് മാത്രം ഉപയോഗിക്കുന്നതാണോ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല, എല്ലാ കാലത്തും യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ വേനൽ സമയം ആയതുകൊണ്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഹെയർ ഫോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.